നമസ്കാരം, വിനയാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇടികല്ലിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കണേ. അപ്പം കുറച്ചല്ലേ ഉള്ളൂ, മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു സ്പൂൺ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചൊന്ന് എടുക്കണം. ഇത് അല്ലെങ്കിൽ നമുക്കിത് പിന്നെ കല്ലിലൊക്കെ വെച്ചിട്ട് അരയ്ക്കാൻ പോകണം, അതുകൊണ്ടാണേ. അപ്പോൾ ഇത് എന്തിനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ചർമ്മ രോഗമാണ് വളങ്കടി എന്ന് പറയുന്നത്, അല്ലേ? ഡെർമാറ്റോഫൈറ്റ് ഇനത്തിൽ പെടുന്ന ഒരുതരം ഫംഗസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. ടിനിയ പീഡീസ് എന്നറിയപ്പെടുന്ന ഈ രോഗത്തിന് അറ്റ്ലസ് ഫൂട്ട് എന്നും പേരുണ്ട്. ഇത് സാധാരണയായിട്ട് കായിക താരങ്ങളെയും കളിക്കാരെയും ഒക്കെയാണ് ബാധിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇതിന് അറ്റ്ലസ് ഫൂട്ട് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. എങ്കിലും ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം. കാലുകളിൽ ഈർപ്പമൊക്കെ തങ്ങി നിൽക്കുന്നതിനാൽ, അതിൽ മഴക്കാലത്തൊക്കെയാണ് ഈ രോഗം കൂടുതലായിട്ടും കാണപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അണുബാധ ഉണ്ടാകുന്നത് ഇത് വിരലുകൾക്കിടയിൽ കുമിളകൾ ഉണ്ടാകുകയും അസഹ്യമായ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ രോഗമുള്ളവർ ഏറെ നാൾ ഇതിങ്ങനെ നീണ്ടു നിന്നാൽ കാൽ വെള്ളയിലേക്കും നഖങ്ങളിലേക്കും ഒക്കെ ഇത് വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള നല്ല ഒരു അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ അണുബാധയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ടൊന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. വളങ്കടി മാറാനുള്ള മറ്റൊരു മാർഗം കൂടെ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് ആര്യവേപ്പിൻ്റെ 2-3 തണ്ട് ഇല ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. ആ ഇലയും തണ്ടും ഒക്കെ കൂടി ഇട്ടു. ഒരു സ്പൂൺ കല്ലുപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം പച്ചമഞ്ഞൾ എടുത്ത് നന്നായിട്ട് ചതച്ചിട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടും കൂടെ എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന് ഇതിൻ്റെ ഒരു സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ആയി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കാലിലൊന്ന് മുക്കി പിടിക്കണം. അപ്പം ചെറു ചൂടോടുകൂടി നമുക്കിതൊരു ബക്കറ്റിലോട്ടോ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാല് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി പിടിക്കുക. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മുക്കി പിടിച്ചതിന് ശേഷം നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കാലിലെ വളങ്കടി പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. നല്ല ഒരു ഹോം റെമഡിയാണ് ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ്. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടായിരിക്കുമല്ലോ മുട്ട പുഴുങ്ങുന്നത്. കാരണം അതിൻ്റെ ആ ഒരു തോല് പെട്ടെന്ന് തന്നെ ഉരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതുപോലെ സവാളയുടെ തൊലി ഇട്ട് കൊടുത്ത് മുട്ട പുഴുങ്ങിയെടുത്താലും മുട്ടയുടെ തോട് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഉപ്പൊക്കെ വാങ്ങിച്ച് പൈസ കളയണ്ടല്ലോ. ഇതാവുമ്പം സവാളയുടെ തൊലി എന്തായാലും എല്ലാ വീട്ടമ്മമാരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് സവാള എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് തൊലി ഇട്ട് കൊടുത്ത് ഇങ്ങനെ സാധാ രീതിക്ക് മുട്ട പുഴുങ്ങിയെടുക്കുക. ഇതിലേക്ക് ഉപ്പോ ഒന്നും ചേർക്കണ്ട. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്നൊന്ന് തണുക്കണം. അതിന് ശേഷം ഇതുണ്ടോ നമ്മളിങ്ങനെ മുട്ട എടുത്തിട്ട് നമ്മളിൻ്റെ തോല് ഈസി ആയിട്ടിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ പൊട്ടിയ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വിണ്ട് കീറിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും എടുക്കാൻ പറ്റത്തില്ല, മൊത്തം ലീക്കായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ പഴയ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് ഒട്ടിച്ചിട്ടെടുക്കാം. അതും വളരെ സിമ്പിളായിട്ട്. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ ഒഴിക്കുന്ന വെള്ളം മുഴുവനും താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറൊന്നുമല്ല, ഇതേപോലത്തെ വെള്ളാരം കല്ല് എടുക്കുക. ഈ തോട്ടിലൊക്കെ കാണുന്ന ഒരു തരം കല്ലാണിത്. അപ്പോൾ ഇത് കൂട്ടൊരു കല്ലെടുക്കുക. ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ശർക്കരയും കൂടി എടുക്കുക. ആ കല്ല് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ശർക്കരയും കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരകല്ലിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കേണ്ട പാത്രം എടുക്കുക.
എന്നിട്ട് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൊടിയെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എവിടെയാണ് ആ ഒരു വിണ്ട് കീറിയിരിക്കുന്നത് ആ ഭാഗത്ത് കറക്റ്റായിട്ടിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഭാഗം ഒന്ന് പൊതിയുന്ന രീതിക്ക് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ചൂടായി വരുമ്പം ഇതുപോലെ ഇങ്ങനെ ഉരുകി വരും. ആ ഒരു സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക. തീയൊന്നും കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം കംപ്ലീറ്റ് ഉരുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചേക്കുക. അപ്പം നല്ലതുപോലെ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളിത് കൈ കൊണ്ടൊന്ന് ചുരണ്ടി നോക്കിയാൽ പോലും കൂടി ഇത് പോകത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് അവിടെ ഒട്ടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചുകൂടെ കാണിച്ചു തരാം. ദേ ഒരു തുള്ളി പോലും വെള്ളം വെളിയിൽ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് ആ പാത്രങ്ങളൊക്കെ. വെറുതെ കളയാൻ വെച്ചേക്കുകയാണെങ്കിൽ അല്പം വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കാസറോളിൽ കുറച്ച് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ തലേദിവസം വൈകിട്ട് തന്നെ കടല, പയറ്, പരിപ്പ് ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം പണി പാളും. കാരണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. ഗ്യാസ് ഒരുപാട് നഷ്ടമായി പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറന്നു പോയിട്ടുള്ള ദിവസങ്ങളിൽ ടെൻഷൻ അടിക്കേണ്ട. ഇതുപോലൊരു കാസറോളിൽ നമ്മൾ എന്താണോ കുതിർക്കാൻ വേണ്ടി വെക്കേണ്ടത് അതെടുക്കുക. അപ്പം ഞാനിവിടെ കടല എടുത്തിരിക്കുന്നത് കേട്ടോ. കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് മതി. 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. അതിനുള്ളിൽ തന്നെ നമ്മൾ തലേ ദിവസം കടല വെള്ളത്തിൽ ഇട്ടത് എങ്ങനെയാണോ അതേമാതിരി തന്നെ അതുപോലെ തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ടിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ആരും തലേ ദിവസം കുതിരാൻ വേണ്ടിയിട്ട് കടലയോ പയറോ ഒന്നും ഇട്ടില്ല എന്നും കണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. രാവിലെ എണീറ്റിട്ട് ചെയ്താലും മതി. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കടല നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ടിപ്സുകളെല്ലാം വളരെ ചെറിയ ചെറിയ ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്കൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു കഷ്ണം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല ഫോയിൽ പേപ്പർ ഒന്നും വേണമെന്നില്ല. ഈ ഫുഡൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് കഴുകിയിട്ട് എടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റാം. അപ്പം ഞാൻ കുറച്ചധികം ബോൾസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫോയിൽ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന കളർ മങ്ങി പോയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒട്ടും കളറില്ലാത്ത കാപ്പിയും ചായയൊക്കെ എടുക്കുന്ന ഇങ്ങനെ കളർ മങ്ങി, അതായത് ചായക്കറയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് പുതിയതാക്കി എടുക്കാനുള്ളൊരു ചെറിയൊരു ടിപ്പാണ്. അപ്പം ഇങ്ങനെ ഗ്ലാസ്, അതുപോലെ തന്നെ സ്പൂണ്, ചെറിയ പാത്രങ്ങൾ, കപ്പ് ഇതൊക്കെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വെച്ചേക്കണം. ഒരു കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ വെച്ചേക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നിങ്ങളെടുത്ത് നോക്കുമ്പം വളരെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ആ വെള്ളം പറ്റിപ്പിടിച്ച അത്രയും ഭാഗത്ത് നല്ല പോലെ ഒരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്, കറകളൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കാത്ത ഭാഗവും അല്ലാത്ത ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ല പുത്തനാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചായക്കപ്പൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകി നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് ഏത്തപ്പഴം വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഴുത്ത് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൊച്ചു കാര്യം പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് വാങ്ങിച്ച ഈ ഒരു പഴം വെറുതെ ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഇത് കറുത്ത് പോകും, വല്ലാണ്ട് പഴുത്ത്. അപ്പം സാധാരണ പഴം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം മറ്റ് പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഒക്കെ സൂക്ഷിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റു പഴങ്ങളിൽ നിന്നും എത്തിലിൻ എന്നൊരു വാതകം പുറന്തള്ളുന്നുണ്ട്. അപ്പം അത് പഴം പെട്ടെന്ന് പഴുക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ പഴം പ്രത്യേകം സൂക്ഷിക്കണം. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക കേട്ടോ. പഴയ ഏതെങ്കിലും ഇത് മതി, പുതുതായിട്ടൊന്നും വേണമെന്നില്ല. ഫുഡൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന കളയാൻ വെച്ചിരിക്കുന്ന എടുത്താലും മതി. എന്നിട്ട് നിങ്ങൾ ഈ പഴത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പടലയുടെ നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന ഈ ഒരു ഭാഗം വരുന്നവിടെ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഈ എത്തിലിൻ വാതകം പുറന്തള്ളുന്നത്. അപ്പോഴത്തേക്കിനും നിങ്ങൾ അവിടെ ഈ ഒരു ഫോയിൽ പേപ്പർ ഇങ്ങനെ ഒന്ന് ചുറ്റി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇനി ഈ പഴം പെട്ടെന്നൊന്നും പഴുത്ത് കറുത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ പഴം വാങ്ങിച്ചാലും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റത്തെ ടിപ്പിലേക്ക് കടക്കാം. കുറച്ച് പേരയിലയും ഒരു ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യുന്നത്. ഈ താരനില്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. കാരണം താരനുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അല്ലെ മുടി വളർച്ചയൊക്കെ മുരടിക്കും.
തലയോട്ടിയിൽ അസഹ്യമായ വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും, മുടി പൊഴിയും. അപ്പോൾ അങ്ങനെ പല അസ്വസ്ഥതകളും ഉണ്ട് താരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. കൂടുതലായിട്ടും വൃത്തിയില്ലാതൊക്കെ മുടി വയ്ക്കുന്നതാണ്. എണ്ണമയവും അഴുക്കും പൊടിയും ഒക്കെ മുടിയിലുണ്ടെങ്കിലാണ് താരൻ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പാണിത്. പേരയില ഇതുപോലൊന്ന് അടർത്തി ഒന്ന് വൃത്തിയാക്കി നോക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിതുപോലൊരു സ്പോഞ്ചാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ സ്പോഞ്ചിലൊന്ന് മുക്കിയതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ തലയോട്ടിയിൽ ഈ ഒരു നീര് മൊത്തത്തിലൊന്ന് ആകുന്നതായിരിക്കും. മുടിയുടെ അറ്റത്തേക്കൊന്നും വേണമെന്നില്ല. തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് വിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തലയോട്ടി നന്നായിട്ട് ക്ലീൻ ആകും. അഴുക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. താരൻ പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകാതെ തന്നെ മുടിയിലെ താരൻ നീക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു ടിപ്സുകളാണ്. എല്ലാ ടിപ്സുകളും തന്നെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.